ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 37 ആഴ്ചയിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ച എത്രത്തോളമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കുഞ്ഞ് വയറിനുള്ളിൽ കിടന്ന് പൂർണ്ണമായിട്ട് വളർന്നു കഴിഞ്ഞു. 37 ആഴ്ചയിൽ നമ്മുടെ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തി. പക്ഷേ അതിൻ്റെ അസ്ഥികളൊന്നും കൂടുതൽ കഠിനമായിരിക്കില്ല. പിന്നെ പ്രസവത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ തല താഴത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഈ 37 ആഴ്ച എന്ന് പറയുന്നത്. കുഞ്ഞ് പുറത്തുള്ള ഈ ലോകത്തെ പറ്റി പരിശീലിച്ച് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ 37 ആഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിരൽ കുടിക്കുകയും ചെയ്യുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 37 ആഴ്ചയിൽ പ്രസവം നടന്നാലും കുഞ്ഞിന് പുറത്തുള്ള ലോകവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നു. കുഞ്ഞിൻ്റെ ഭാരം വർദ്ധിച്ച ഒരു സമയം കൂടിയാണ് ഈ 37 ആഴ്ച എന്ന് പറയുന്നത്. ഇനി പ്രസവത്തിന് മുന്നേ ആയിട്ട് കുറച്ചും കൂടി ഭാരം കുഞ്ഞിന് വർദ്ധിക്കും. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ 37 ആഴ്ചയിലോ അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത ആഴ്ചകളിലോ സർവിക്സിൻ്റെ വികസനം തുടങ്ങും. 37 ആഴ്ചയിൽ കുഞ്ഞിൻ്റെ നാഡീവ്യൂഹം, തലച്ചോറ്, അതുപോലെ തന്നെ ശ്വാസകോശം എന്നിവ വളർന്നുകൊണ്ടേയിരിക്കുന്നു. 37 ആഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞിന് ഏകദേശം 48.6 സെൻറ്റിമീറ്റർ നീളവും 2.9 കിലോഗ്രാം തൂക്കവും ഉണ്ടായിരിക്കും. 37 ആഴ്ചയിൽ അമ്മയ്ക്ക് വെള്ളം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഓക്കാനവും ഉറക്കക്കുറവും ഇടുപ്പ് വേദനയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ അമ്മയിലുണ്ടാവുന്ന ഒരു പ്രധാന മാറ്റം സ്ത്രീകളുടെ മുലക്കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞും പരന്ന രീതിയിൽ വലിഞ്ഞുമാണ് ഇരിക്കുന്നതെങ്കിൽ കുഞ്ഞിന് പ്രസവശേഷം മുലപ്പാൽ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ആ കാണുന്ന സമയം മുതൽ നമ്മൾ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ കാപ്പി, അതുപോലെ തന്നെ ചായ, അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ ഡെയിലി അത് ഉപയോഗിക്കാതെ 1-2 ദിവസം മാത്രം ആഴ്ചയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. കാപ്പി കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒന്നാണ്. 37-ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയിൽ ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടുന്നതായിട്ടും അതുപോലെ തന്നെ മുലക്കണ്ണികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ടും ചിലർക്ക് അതിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നതായിട്ടും കാണപ്പെടുന്നു. 37-ാമത്തെ ആഴ്ച കുഞ്ഞിൻ്റെ തല താഴ്ഭാഗത്തും കാല് മുകളിലുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തല പെൽവിക് ഭാഗത്ത് സ്റ്റക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ അങ്ങനെ പെൽവിക് ഏരിയയിൽ ഫിക്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ചിലരുടെ കേസിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഫസ്റ്റത്തെ നമ്മുടെ പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെൽവിക് ഏരിയയിൽ ഫിക്സ് ആയിരിക്കും. സെക്കൻഡ് ഡെലിവറിയിൽ നമ്മൾ ഡെലിവറിക്ക് തൊട്ട് മുന്നേ ആയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഫിക്സ് ആയിട്ടുണ്ടാവുക. ഈ ആഴ്ചയിൽ കുഞ്ഞ് കൈവിരൽ സക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കൈവിരൽ കൊണ്ട് കാൽവിരൽ പിടിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ അമ്മ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഡെലിവറി എപ്പോൾ വേണമെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കണം ഈ ആഴ്ച ആകുമ്പോൾ തന്നെ. അതുപോലെ തന്നെ വാട്ടർ ബ്രേക്ക് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക, ദൂരയാത്രയൊന്നും ചെയ്യാതെ. അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കാതെ റെസ്റ്റ് ചെയ്യുക. കുഞ്ഞ് പെൽവിക് ഏരിയയിൽ ഫിക്സ് ആകുന്ന സമയത്ത് വജൈനയിൽ ഉണ്ടാകുന്ന പ്രഷറും അതുപോലെ തന്നെ പെയിനും വളരെ കൂടുതലായിരിക്കും. കുഞ്ഞിൻ്റെ തല ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ബ്ലാഡറിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗർഭിണികൾക്ക് മൂത്രം ഒഴിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുന്നത്. കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിയത് കൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയയിൽ തടസ്സം വരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഗർഭിണികൾ ഒരേ സമയം കുറേ ഭക്ഷണം കഴിക്കാതെ ഇടവിട്ടുള്ള സമയങ്ങളിൽ കുറച്ച് ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കുക. അതുകൂടാതെ 37-ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയുടെ കാലിൽ മാത്രമല്ല മുഖത്തും മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നീര് കൂടുതലായിട്ട് കാണപ്പെടുന്നു.
അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്ന സമയം കൂടിയാണ് ഇത്. പിന്നെ നമ്മളെപ്പോഴും വരുന്നത് പോലെ തന്നെ അതിൽ കുറച്ചുകൂടെ കളർ വ്യത്യാസം, അതായത് പിങ്ക് കളറോ റെഡ് കളറോ അങ്ങനെ എന്തെങ്കിലും വജൈനൽ ഡിസ്ചാർജ് വരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ ചിലർക്ക് ഉറക്കക്കുറവ് കണ്ടുവരുന്നുണ്ട്. മറ്റു ചിലർക്ക് നമുക്ക് ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്ന നോസിയ, വോമിറ്റിംഗ് അതൊക്കെ തിരിച്ച് ലാസ്റ്റ് ടൈം ആകുമ്പോൾ ചിലർക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. വേദന ഇല്ലാതെ വയറ് ടൈറ്റ് ആവുന്ന കൺട്രാക്ഷൻസ് നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടും. അത് നോർമലാണ്. നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 37ാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.